2024 Jan 30th shift 1 question number 6. Okay, the ratio of magnitude of kinetic energy to potential energy, fifth excited state. എന്തു ആകട്ടെ, നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പറയൂ -u ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -2u ആയിരിക്കും. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജിക്ക് പ്ലസ് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം മാഗ്നിറ്റ്യൂഡുകൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെയും ടോട്ടൽ എനർജിയുടെയും ഡബിൾ ആയിരിക്കും. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ബൈ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 2 ആണെന്നറിയാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് എനർജി ബൈ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 1 ആണെന്നറിയാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ബൈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്കറിയാം. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണെന്ന് പറയും. ദ റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് എനർജി ടു പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ടു പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ടു പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ, ഇതിൻ്റെ ഇൻവേഴ്സ്, അപ്പോൾ അതെത്രയായിരിക്കും? 1/2 ആയിരിക്കും. അടിപൊളിയല്ലേടാ മക്കളെ, 1/2 ആയിരിക്കും. എന്തെളുപ്പമുണ്ട്, ഇതെല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് യൂസ് ചെയ്യാം. എപ്പോഴും നമുക്കറിയാം ടോട്ടൽ എനർജി നെഗറ്റീവാണ്, അതിൻ്റെ ഡബിൾ ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷനിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, ആറ്റംസിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു ഇത്. ഓക്കെ അല്ലേ? താങ്ക് യു.